ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നടന്നതിൽ ഞങ്ങൾ നാലമ്പലത്തിൽ പോവാണ്. നാലമ്പലത്തിൽ ഫസ്റ്റ് അമ്പലമാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ കൂടെ ഉള്ള വന്നവരൊക്കെ ഞങ്ങൾ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ കയറി പ്രാർത്ഥിച്ചു, എന്നാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ മീനൂട്ടിൻ്റെ റെസീറ്റ് വാങ്ങിയിട്ട് മീനൂട്ട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൂട്ടൊക്കെ കഴിപ്പിച്ച് പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇതൊക്കെ ചുറ്റി കണ്ടോ, അമ്പലം മൊത്തം ചുറ്റി. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ, ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമില്ലേ, ആ ഹനുമാനാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഹനുമാൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നാലമ്പല യാത്ര എന്ന് പറഞ്ഞിട്ട് മൂന്നമ്പല യാത്ര എന്നായിരിക്കും ഞാൻ തന്നിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ എനിക്ക് ചില വീഡിയോസ് ആയിരിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അച്ഛമ്മൻ്റെ ഫോണിലായിരുന്നു ഞാൻ ഈ വീഡിയോസ് എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ വലിയമ്മയോട് ഭീഷാമ്മേൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ അന്നേരം അച്ഛമ്മൻ്റെ അച്ഛമ്മൻ്റെ അടുത്തല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് വേറെ അമ്പലത്തിൽ കയറി. പിന്നെ അവിടുന്ന് ഒരു കീച്ചനൊക്കെ വാങ്ങിട്ടോ. അച്ഛമ്മൻ്റെ എന്താ പറയുക, അച്ഛൻ്റെ ചെരുപ്പ് കാണാനില്ല, അതുകൊണ്ട് ഞങ്ങൾ നോക്കാൻ പോയിട്ടോ. പിന്നെയും ബസ് കയറി പിന്നെയും കീഞ്ഞിട്ട് നോക്കാൻ പോയി. അന്നേരം പിന്നെ അത് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കീച്ചന് വാങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചോളം വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും വന്ന അമ്പലത്തിൽ തന്നെ പിന്നെയും കയറിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, പുറത്തുനിന്നൊക്കെ പ്രാർത്ഥിച്ച്. പിന്നെ ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചേ ഉള്ളൂ. പിന്നെ അവിടെ നിന്നൊരു കമ്മൽ ഞാൻ വാങ്ങി, നല്ല സ്റ്റഡ് കമ്മൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം കമ്മലൊക്കെ വാങ്ങിയ ശേഷം ഞാൻ വിചാരിച്ചു നേരെ നമ്മൾ വീട്ടിലോട്ടേക്കും പോകുന്നത്, പിന്നെ വേറെ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെ ഈ അമ്പലത്തിൽ വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സമയം കിട്ടിയതാ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ അമ്പലത്തിലെത്തിയ പിന്നെ എണീക്കും. പക്ഷേ എണീക്കാൻ കുറച്ച് പാടാണ്, ഉറങ്ങാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഉറക്കം ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഉറക്കം ഒരു വീക്ക്നെസ്സാണ്, നല്ല രസമാണല്ലേ ഉറങ്ങാനൊക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറുള്ള ഒരു അമ്പലമില്ലേ, ഈ അമ്പലത്തിൻ്റെ പേര് എനിക്കറിയില്ല, പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത്, ബാക്കിൽ ഭയങ്കര കുലക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിൽ കയറി. എൻ്റെ അമ്മയൊന്നുമില്ല കേട്ടോ, അമ്മക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വന്നില്ല. പിന്നെ എൻ്റെ അനിയത്തിയും വന്നില്ല. ഞാനും എൻ്റെ അച്ഛമ്മയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭീഷാമ്മൻ്റെ 2 മക്കളുമാണ്. ഏച്ചിയും എൻ്റെ അനിയനാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി, മറ്റേ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടോ നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ ബസ് കയറിയിട്ടോ. ബസ് കയറിയതിന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ DJ പാട്ടൊക്കെ വെച്ചു. പോവല്ലേ, നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ DJ പാട്ടൊക്കെ വെച്ച് നല്ലോണം തുള്ളി കേട്ടോ. തുള്ളുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല.